വടകര മൊയ്തീൻ പള്ളിയിൽ പോലീസ് ബൂട്ടിട്ട് കയറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിനെതിരെയുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ കണ്ടു. പോലീസുകാർ ചെയ്തത് കുറച്ച് സൂക്ഷ്മത പാലിക്കണമായിരുന്നു, ഒരു ആദരവ് കൊടുക്കണമായിരുന്നു. അത് ഒരു അനാദരവോട് കൂടി അവർ പ്രവർത്തിച്ചതിനോട് യാതൊരു വിധത്തിലുള്ള യോജിപ്പില്ല. അത് പള്ളിന്ന് മാത്രമല്ല, പവിത്രമായി കരുതുന്ന, പുണ്യമെന്ന് കരുതുന്ന, വിശ്വാസപരമായി മുന്നോട്ട് നീങ്ങണ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോലീസ്, അതിപ്പോൾ ഇനി ഏത് മതവിഭാഗക്കാരനായിക്കോട്ടെ, അത് ഷൂ ഒക്കെ ഊരി വെച്ചെങ്ങാണ്ട് ആദരവോട് കൂടി കയറാൻ അവർ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പോലീസുകാരും മനുഷ്യന്മാരനെയാണല്ലോ. ഓൽക്കും പല വിശ്വാസങ്ങൾ ഉണ്ടാവും. ഇത് ആദരിക്കപ്പെടേണ്ട സ്ഥലമാണെന്നൊക്കെ ഓൽക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ യൂണിഫോം ഇങ്ങോട്ട് കയറുമ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചില മനോഭാവത്തിൽ അത് പവിത്രമായിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, അതിനും വലിയ ആളാണല്ലോ അപ്പം ഞാൻ എന്നുള്ള കോലത്തിലൊക്കെ കയറിയതേക്കാരം. ഏതായാലും സർക്കാർ സംവിധാനങ്ങളിൽ അതിന് കൃത്യമായ ഒരു നടപടി, അച്ചടക്ക നടപടി എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ വാർത്ത നമ്മൾ കാണുമ്പോൾ ഇതിന്റെ ഒരു കാരണം ഉണ്ടല്ലോ. അതായത് അള്ളാഹുവിന്റെ ഭവനത്തിൽ തല്ലുകൂടിയ ആൾക്കാർ, അവിടെ നിന്ന് തമ്മിൽ തച്ച ആൾക്കാർ സ്വർഗം കിട്ടാനാണല്ലോ ഇപ്പൊ ഈ ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ചെയ്ത പ്രവൃത്തിയാണ് ഏറ്റവും ഈ ഷൂ ഇട്ട് കയറിന്റെ, ബൂട്ടിട്ട് കയറിന്റെ എല്ലാറെ മേലെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അഭിപ്രായമാണ്. കാരണം പള്ളിയിൽ തല്ലുടുക എന്തിന്റെ പേരില്ല? സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയം. ഇത് രണ്ടുകൊണ്ടും പള്ളിയിൽ തല്ലാണ്. അല്ലാതെ പള്ളിയിൽ വെച്ച് തച്ചാൽ നിങ്ങൾക്ക് സുന്നത്തിന്റെ കൂലി ഉണ്ടെന്നോ ഫർള് സ്കെച്ച കൂലി ഉണ്ടോന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കുറ്റം ഏറെയാണ്. പള്ളിയിൽ മിണ്ടാതെ നിന്ന് അവനവന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയുക, അതിലൂടെ റബ്ബിനോട് അടുക്കുക, പാപമോചനം തേടുക, അങ്ങനെ പ്രാർത്ഥിച്ചും തങ്ങൾ ചെയ്ത പാപങ്ങളും മറ്റുമൊക്കെ പൊറുക്കാനുമൊക്കെ ഒരു ഒരു മാനസികമായ ഒരു എന്താ പറയുക, ആശ്വാസം കിട്ടാനും ദൈവത്തോട് അടുക്കാനുമൊക്കെ വളരെ ശാന്തമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട അള്ളാഹുവിന്റെ ഭവനം ബൈത്തുള്ള, അവിടെയാണ് കൂട്ടത്തല്ല് നടന്നത്. അപ്പൊ ആ തച്ചതാരാണ്? ഈ പറയുന്നത് ഞാനടക്കമുള്ള ഇന്റെ സമുദായത്തിൽപ്പെട്ട ആളുകള് രാഷ്ട്രീയപരമായിട്ടും സംഘടനാപരമായിട്ടും ചേരി തിരിഞ്ഞ് തച്ചതിനെയാണ് ഞാൻ ഏറ്റവും നോളത്തരമായിട്ടും ഊളത്തരമായിട്ടും വളരെ മോശപ്പെട്ട ആൾക്കാരായിട്ടും ഞാൻ അവരെയാണ്. പോലീസുകാർ ഷൂ ഇട്ട് ബൂട്ടിട്ട് കയറിയതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇത് കാലങ്ങളായിട്ട് ഇവിടെ തുടരുന്നതാണ്. ഇപ്പൊ കുറച്ച് കാലങ്ങളില്ലായിരുന്നു, ഇപ്പൊ വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വർഗം കിട്ടാനാ? ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ പാടെ തച്ചിങ്ങാണ്ട് ഇനി ഒക്കെ തീരുമാനമായാൽ പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് എടുക്കേണ്ടിയിരുന്നു കരുതിയിട്ട് ഓടി വന്നതേക്കാരം ഇപ്പൊ പോലീസുകാരൊക്കെ. ഏതായാലും അവർ ഷൂ ഊരിയിട്ട് കയറി അത് കൃത്യമായി നന്നാക്കി പളുങ്ങണം. അതായത് ഞാൻ പോലീസുകാരോട് പറയണത്, അടിച്ചിട്ട് ഒരൊറ്റൊന്നില്ലാതെ പുറത്തേക്ക് ചാടണം. ആ പവിത്രമായ സ്ഥലത്ത് നിങ്ങൾ ആ ഷൂ ഒക്കെ ഊരിട്ടിട്ട് അങ്ങോട്ട് കയറിയിട്ട് ആ ബഹുമാനമൊക്കെ കൊടുത്തിട്ട് പറയാ, ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുക. ഇവിടെ സംസാരിക്കാൻ പാടുണ്ടോ ചോദിക്കുന്നത്? ഇങ്ങനെ സംസാരിക്കരുത്, ഉറക്കനെ സംസാരിക്കരുത്, ബഹളം വെക്കരുത്, തോന്നിയാസം വിളിക്കരുത്, തല്ലൂടരുത് എന്നൊക്കെയല്ലേ ഇവിടുത്തെ നിബന്ധന എന്ന് ചോദിക്കുക. ഇസ്ലാമിന്റെ നിബന്ധന അതല്ലേ എന്ന് ചോദിക്കുക. ഹിന്ദു പോലീസുകാരാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി. ആ നിലക്കുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് പിന്നെ എന്താടാ നിങ്ങൾ കാട്ടുന്നത് ചോദിച്ചിട്ട് നന്നാക്കിയാണ് പൂസിയിട്ട് പുറത്തേക്കണ്ടിടുക. അതില് പ്രായ വ്യത്യാസം ഒന്നും ഉണ്ടാകരുത്. നല്ലോണം കൊടുത്തിട്ട് പുറത്തേക്കണ്ടാക്കിയാല് അവിടെ ആ പ്രശ്നം അവിടെ തീരാണ്. അതല്ലാതെ ഇതിന് വേറെ മാർഗമൊന്നുമില്ല. പക്ഷെ അതില് നിങ്ങളെ ബൂട്ടിട്ട് കയറിയപ്പോ നിങ്ങൾക്ക് പള്ളിനോടൊരു ബഹുമാനമില്ലാത്ത അത്തരത്തിലുള്ള ഒരു ഫീല് ജനസമൂഹത്തിൽ പ്രത്യേകിച്ച് മതവിശ്വാസികൾക്ക് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് വളരെ മോശമായി എന്നുള്ളത് ആ ഉദ്യോഗസ്ഥനോടും ആ ബൂട്ടിട്ട് കയറിയ പോലീസ് ഉദ്യോഗസ്ഥരോടും നമ്മൾ പ്രതിഷേധമായിട്ട് തന്നെ രേഖപ്പെടുത്താണ്. കൂട്ടത്തിൽ ഇതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ്. മുസ്ലിം പള്ളിയിൽ മുസ്ലിങ്ങൾ തന്നെ ചേരിതിരിഞ്ഞ് രാഷ്ട്രീയത്തിന്റെയും സംഘടനയുടെയും പേരിലൊക്കെ തല്ലുന്നതാണ് ഇതിനേക്കാളൊക്കെ വലിയ മോശത്തരം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു കാഴ്ചപ്പാട്. ഇത് വടകര മുഹിയുദ്ദീൻ പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ ഉണ്ടായ ഒരു സംഘർഷമാണ്. നമുക്കറിയാം, കാലങ്ങളായി ഇവിടെ സംഘടനകൾ തമ്മിലുള്ള അടികളൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ഈ കേരളത്തിൽ കണ്ടതാണ്. 27 രാവിന് വരെ അടിച്ച സംഭവങ്ങളുണ്ട്. വെള്ളിയാഴ്ച ഏറ്റവും നല്ല ഇസ്ലാം പറയുന്നത് പാവപ്പെട്ടവന്റെ ഹജ്ജ് എന്ന് പറയുന്ന ആ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ കൂട്ടത്തല്ല് നടക്കും. ഇതൊക്കെ ഈ സമുദായത്തിന്റെ അപജയമായിട്ട് തന്നെയാണ് നമ്മളൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. കാലം അത്രയും അങ്ങനത്തെ ഒരു തല്ലും പിടിക്കോ ഇപ്പൊ നമ്മളെ മഹലിലുണ്ടെങ്കിൽ തന്നെ അത്തരം തല്ലും പിടിക്കോ മറ്റുള്ളതിനൊക്കെ
അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാര്യപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഈമാനികമായ ആ ഒരു കാര്യം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നൽകിയിട്ടുണ്ട്. ഞാനിങ്ങനെ ആ ഒരു വിഷയം ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ റബ്ബിനോട് സ്തുതിക്കുന്നു. പഠിച്ചോനെ, നിന്റെ ഭവനത്തിൽ വെച്ച് ഒരാളെയും അസഭ്യം പറയാനോ തല്ലാനോ അങ്ങനത്തെ ഒച്ചയും പൊളി ഉണ്ടാക്കാനോ ഒന്നും ഈ പറയുന്ന നമ്മളെയൊന്നും നമുക്ക് അത്തരം പിശാച്ചിന്റെ ആ സംഗതി വന്നിട്ടില്ലല്ലോ. ഈ വിഷയം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പടച്ചോനെ സ്തുതിക്കരുത്. നമ്മൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് തച്ചാൽ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഷൂ ഇട്ടുങ്ങാണ്ടും മറ്റേതൊക്കെ ഇട്ടുങ്ങാണ്ടൊക്കെ വന്ന് അവർക്കതിൽ ഇടപെടേണ്ടി വരും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ പറയുന്ന ആളുകളല്ലേ എന്ന് ഒരു വേള ചിന്തിച്ചുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം വാർത്തകളിൽ നിന്നും ഇത്തരം പ്രവർത്തികളിൽ നിന്നൊക്കെ എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്.